ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ കൊഴുപ്പിന്റെ അളവ് അടിഞ്ഞു കൂടാനുള്ള കാരണം എന്താണ്? കൊഴുപ്പിന്റെ അളവ് അടിഞ്ഞു കൂടുമ്പോൾ നമുക്ക് എന്തൊക്കെ ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഞാൻ എന്നത് പരിചയപ്പെടുത്താം. എന്റെ പേര് കുഞ്ഞിതു, ബെല്ലി ഫാറ്റ് എക്സ്പെർട്ട് ആണ്. കഴിഞ്ഞ 6 വർഷമായി വെൽനസ് ഇൻഡസ്ട്രിയിൽ പീപ്പിൾക്ക് വെയിറ്റ് ലോസിനെ കുറിച്ച്, ഹെൽത്ത് ഇംപ്രൂവ്മെന്റിനെ കുറിച്ചും ഹെൽപ്പ് ചെയ്ത് കേടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്റെ ഒരു ചാനൽ, ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണ് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ബോഡിയിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ്? കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസുകൾ ഉണ്ടാവും? എന്താണ് കൊഴുപ്പ്? കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ അത് കൊളസ്ട്രോൾ അല്ല. കൊളസ്ട്രോൾ ലാബിലൊക്കെ പോയി ബ്ലഡ് ചെക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിന് പുറത്തുള്ളതാണ്. എത്ര കൊഴുപ്പ് ഒരാളുടെ ശരീരത്തിൽ വേണം, അതിനൊരു കണക്കുണ്ട്. അത് മെന്നിനാണെങ്കിൽ 10%-നും 20%-നും വേണം. ലേഡീസിനാണെങ്കിൽ 20%-നും 30%-നും ബോഡി ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. ഇങ്ങനെ നമുക്ക് ബോഡി ഫാറ്റ് കറക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡ് പൈപ്പ് നല്ല വികസിച്ച് കൊണ്ടിരിക്കും, നല്ല സ്മൂത്ത് ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും. യാതൊരുവിധ തടസ്സങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒരു പ്രയാസങ്ങളോ ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ബ്ലഡ് പൈപ്പ് ചുരുങ്ങാൻ തുടങ്ങും. അങ്ങനെ ചുരുങ്ങി വരുന്ന സമയത്താണ് നമുക്ക് ബ്ലോക്ക്, സ്ട്രോക്ക്, തരിപ്പുകൾ, വേദനകൾ, എല്ലാവിധ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള മെയിൻ റീസൺ ഒന്ന് നമ്മുടെ എക്സസ് ഫാറ്റ് ആണ്. അപ്പൊ ആരൊക്കെ ബോഡിയിൽ ഫാറ്റിന്റെ പെർസെന്റേജ് കൂടുതലുണ്ടോ, ആ ഫാറ്റിന്റെ പെർസെന്റേജ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലൈഫിൽ ഹെൽത്തിൽ ഇമ്പ്രൂവ്മെന്റ് ആവാൻ സാധിക്കും. ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസുകളാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ മുഖമൊക്കെ റൗണ്ട് ഷേപ്പിലേക്ക് പോകാൻ തുടങ്ങും. അതേപോലെ തന്നെ താടിയിലൊക്കെ ഡബിൾ ചിൻ ആകാൻ തുടങ്ങും. അതേപോലെ കൈയിന്റെ സൈഡില്, വയറില്, ടൈൽസിലൊക്കെ ഫാറ്റ് അക്യുമുലേറ്റ് ആകും. ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറാൻ തുടങ്ങും. ഡ്രസ്സിംഗ് സ്റ്റൈലൊന്നും കംഫർട്ടബിൾ ആവിടാൻ കഴിയാത്തൊരു കണ്ടീഷനിലേക്ക് മാറാൻ തുടങ്ങും. നമ്മൾ വാക്കിംഗ് സ്റ്റൈല് മാറാൻ തുടങ്ങും. നടത്തത്തിന്റെ സ്റ്റൈല് മാറാൻ തുടങ്ങും. ഇതൊക്കെ നമുക്ക് ഫാറ്റ് അക്യുമുലേറ്റ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ കാണിക്കുന്ന ബാഹ്യ ലക്ഷണങ്ങളാണ്. എന്തൊക്കെ പ്രശ്നങ്ങള് നമ്മുടെ ഹെൽത്തിൽ, നമ്മുടെ ബോഡി ഫാറ്റ് കൂടി കഴിഞ്ഞാൽ ഉണ്ടാവും? ഒന്ന്, നമുക്ക് ഓൾ ഡേയില് ടയർഡ്നെസ് കൂടുതലായിരിക്കും. ഏത് സമയത്തും ക്ഷീണമായിരിക്കും. കിടക്കണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ ഇടക്കിടക്ക് തലവേദന സ്റ്റാർട്ടാവും, തലകറക്കം സ്റ്റാർട്ടാവും. നടന്നു കഴിഞ്ഞാലോ, സ്റ്റെപ്പ് കയറി കഴിഞ്ഞാലോ ബ്രീത്തിങ് പ്രോബ്ലം സ്റ്റാർട്ടാവും. ഗ്യാസ്, അസിഡിറ്റി, ഇൻഡൈജഷൻ, കോൺസ്റ്റിപ്പേഷൻ, വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ സ്റ്റാർട്ടാവും. ഓൾ ബോഡിയിൽ പെയിൻ സ്റ്റാർട്ടാവും. മെഡിസിനൊക്കെ കണ്ടീഷനിലേക്ക് എത്തിപ്പെടാറുണ്ട്. ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, BP, ഇത്തരത്തിലുള്ള സ്ഥിരമായിട്ട് മെഡിസിനൊക്കെ കണ്ടീഷനിലേക്ക് നമ്മുടെ ബോഡിയെ കൊണ്ടെത്തിക്കാനുള്ള ഒക്കെ മെയിൻ റീസൺ ഒന്ന് നമ്മുടെ അധിക ഫാറ്റ് ആണ്. ഈ ഫാറ്റ് കൂടാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അത് വേറൊന്നുകൊണ്ടല്ല, അത് നമ്മുടെ തെറ്റായ ഒരു ഭക്ഷണ രീതിയാണ്. നമുക്ക് എന്തൊക്കെ ഭക്ഷണം, എപ്പോഴൊക്കെ, എങ്ങനെയൊക്കെ കഴിക്കണം എന്നത് കറക്റ്റാണ് പല പ്രശ്നങ്ങളാണ് കേൾക്കാൻ. നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ്, സമയമായി കഴിക്കുന്ന ആളുകളാണ്, വിശന്നാ കഴിക്കുന്ന ആളുകളാണ്, ഫ്രീ കിട്ടിയാൽ കഴിക്കുന്ന ആളുകളാണ്, ഒരു ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞ് കമ്പനി കൂടി കഴിക്കുന്ന ആളുകളാണ്, ഫ്രണ്ട്സുമായി വെച്ച് നമ്മൾ കമ്പനി കൂടി കഴിക്കുന്ന ആളുകളാണ്, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം വേസ്റ്റായി പോകേണ്ട വിചാരിച്ച് കഴിക്കുന്ന ആളുകളാണ്, ഒരു ഫംഗ്ഷനിൽ പോയി ഫുഡ് കഴിച്ച് ചെറിയ ക്യാപ്പ് ഫില്ലാക്കാൻ വേണ്ടി കഴിക്കുന്ന ആളുകളാണ്. ഇങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കാതെ പോയി അതൊക്കെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കൺവേർട്ട് ആകുന്ന ഓരോ ഫാറ്റുകളാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഓരോ അസുഖങ്ങളും ഹെൽത്ത് ഇഷ്യൂ വരാനുള്ള മെയിൻ റീസൺ. അപ്പൊ എങ്ങനെ നമുക്ക് ഇതൊന്ന് പുറത്തു വരാൻ സാധിക്കും? ഇതൊന്ന് പുറത്തു വരണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണ്ട, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പിന്നെ എങ്ങനെ കുറക്കാൻ കഴിയും? ശരീരത്തിന് വേണ്ട ഒരു ഫിറ്റ്നസ് നമ്മൾ ചെയ്യാൻ റെഡി ആകും. കറക്റ്റായിട്ട് പ്രോപ്പർ വാട്ടർ ഇൻടേക്ക് എടുക്കാൻ റെഡി ആകും. കൃത്യമായ ഒരു വെൽനസ് കോച്ചിന്റെ ഒരു ഗൈഡൻസോട് കൂടി
നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് സിമ്പിൾ ആയിട്ട് ഇത് കുറച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കുറക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാ? ഒന്ന്, നമ്മുടെ ഹെൽത്ത് നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ആകും. ഇപ്പൊ അൺഹെൽത്തി കണ്ടീഷൻ ആളാണെങ്കിലും ആ അൺഹെൽത്തി കണ്ടീഷനിൽ നിന്ന് ഒരു ഹെൽത്തി കണ്ടീഷനിലേക്ക് മാറാൻ സാധിക്കും. അതിനെന്ത് വേണം? നിങ്ങൾ നല്ല ഒരു വെൽനസ് കോച്ചിനെ തെരഞ്ഞുപിടിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ കറക്റ്റ് പാലിച്ച് അവരെന്താണോ നിങ്ങൾ പറഞ്ഞു തരുന്നത് അത് കറക്റ്റ് എടുത്ത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എക്സസ് വെയിറ്റ് ആണെങ്കിലും എത്ര എക്സസ് ഫാറ്റ് ആണെങ്കിലും അതിനെ കുറച്ച് നമുക്ക് സ്ലിമായി ബ്യൂട്ടിയായി ഹെൽത്തി ആവണം. കാരണം നമുക്ക് എന്തൊക്കെ എല്ലാ ഭക്ഷണം നമുക്ക് ആവശ്യം ഉള്ളതാണ്. നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും റൈസ് ആണെങ്കിലും എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. പ്രകൃതി എന്ന ഓരോ കാര്യങ്ങളിലും നമുക്ക് ശരീരത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യം ഉള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ ബെല്ലി ഫാറ്റ് കുറക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ബെല്ലി ഫാറ്റ് കുറക്കുന്നതോട് കൂടെ തന്നെ നമുക്ക് ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് ആവും. എല്ലാ ഫുഡുകളും സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാനോ ഫാറ്റ് ലോസ് ചെയ്യാനോ റെഡി ആയി കഴിഞ്ഞാൽ മേ ബി വെയിറ്റ് ലോസ് നടന്നാലും അൺഹെൽത്തി കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എപ്പോൾ നമ്മൾ ബെല്ലി ഫാറ്റ് കുറക്കുന്ന സമയത്തും എപ്പോൾ നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്തും ഫാറ്റ് ലോസ് നടക്കുന്നതോട് കൂടെ തന്നെ നമുക്ക് ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് ആവേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ ഹെൽത്തി വേയിൽ വെയിറ്റ് ലോസ് പ്രോഗ്രാം നടക്കുന്നത്. കറക്റ്റായി പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസോട് കൂടി ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര എക്സസ് വെയിറ്റ് ആണെങ്കിലും എത്ര എക്സസ് ഫാറ്റ് ആണെങ്കിലും ശരി ആ വെയിറ്റിനെ കുറച്ച് ആ ഫാറ്റിനെ കുറച്ച് നിങ്ങൾ സ്ലിം ആവാനും സ്മാർട്ട് ആവാനും സാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇത് ആകുന്നതോടുകൂടെ നിങ്ങൾ അധികമുള്ള ഫാറ്റിനെ കുറക്കുന്നതോടുകൂടെ നിങ്ങൾ ഫുൾ ഒരു ഹെൽത്തി പേഴ്സണായി റിമൈനിങ് പാർട്ട് ഓഫ് ദി ലൈഫിൽ നിങ്ങൾ സ്ലിമായും സ്മാർട്ട് ആയിരിക്കാൻ അവസരവും ഒരുപാട് കൂടുതലാണ്. സോ നിങ്ങൾ ഇന്ന് തന്നെ ഒരു നല്ലൊരു വെൽനസ് കോച്ചിനെ മീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണ്ട, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യണം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇന്ന് തന്നെ നിങ്ങളെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായും നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് മാറാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതുമായി സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ട് എങ്കിൽ എന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമുക്കൊരു വെബിനാർ കൂടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, ഫ്രീ വെബിനാർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്രീ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തി വേയിൽ എല്ലാ ഫുഡുകളും കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറച്ച് നിങ്ങളെ ഫാറ്റ് ലോസ് ചെയ്ത് നിങ്ങൾക്ക് ഹെൽത്തി ആകാൻ പറ്റും, സ്ലിം ആകാൻ പറ്റും എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 1 hour ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആ വെബിനാർ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ വെബിനാർ പങ്കെടുത്ത് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഏത് കണ്ടീഷനാണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഫാറ്റ് ഏത് കണ്ടീഷനാണെങ്കിലും അതിനെ കുറച്ച് നോർമലിലേക്ക് കൊണ്ടുവന്ന് സ്ലിം ആവാനും സ്മാർട്ട് ആവാനും പറ്റും എന്നതിൽ യാതൊരു സംശയമില്ല. ആ ഒരു വെബിനാറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. രജിസ്റ്റർ ഇപ്പൊ തന്നെ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് എന്റെ താഴെ കാണുന്ന വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. തീർച്ചയായും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ കണ്ടുമുട്ടും. ഓക്കെ, ഐ ആം കുഞ്ഞിതു, ബെല്ലി ഫാറ്റ് എക്സ്പെർട്ട്. താങ്ക് യു.